ജോജു ജോർജ് എന്ന നടന് പണം നൽകിയത് രേഖകൾ ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി പുറത്തുവിട്ടു. പണം വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ജോജു ജോർജ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അവകാശവാദം തെറ്റാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീം മാലിക്, ഇങ്ങനൊരു കാര്യം ഈ ജോജു ജോർജിനെ കുറിച്ച് പറയാൻ എന്താണ് സാഹചര്യം? ലിജോ ജോസ് പല്ലിശ്ശേരിയോട് എപ്പോഴാണ് പണം വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്? എസ്കെൻ, കഴിഞ്ഞ ദിവസമാണ് ജോജു ജോർജ് ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് തനിക്ക് ഇതുവരെയും പണം നൽകിയിട്ടില്ല എന്നൊരു പരാമർശം. അപ്പോൾ നമ്മുടെ തങ്കൻ ചേട്ടൻ, അതായത് ജോജു ജോർജ്, മലയാളത്തിലെ പണ്ട് മുതലേ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് ഇപ്പം മെയിൻ താരമായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ജോജു ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചുമ്മാ വായ്ത്താളം അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ടില്ല പോലും. അപ്പം ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അറിയാമല്ലോ, 2021 OTT മാത്രം റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ അത്യാവശ്യം തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന തങ്കൻ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുള്ള ജോജു ജോർജ് അതിൽ കിടുക്കനായിട്ട് തെറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രത്തോളം തെറി വിളിച്ചിട്ടുള്ള വേറൊരു കഥാപാത്രം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിത്യജീവിതത്തിൽ നമ്മളിൽ പലരും തന്നെ തങ്കൻ ചേട്ടൻ്റെ ബാക്കി ആ സാധനം പറയുന്നത് ആ സിനിമയ്ക്ക് ശേഷമാണ്. ഓക്കെ, ഇപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ജോജു ജോർജ് ഈ പറയുന്ന ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ 3 ദിവസത്തേക്കാണ് അഭിനയിക്കാൻ വേണ്ടി ചെന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയും നമ്മുടെ ചെമ്പൻ വിനോദും, ഇവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇവർ ഈ 3 ദിവസത്തേക്ക് ജോജു ജോർജിനെ വിളിക്കുകയും എന്നിട്ട് ജോജു ജോർജിനെ കൊണ്ട് ഈ പറയുന്ന തെറിവിളി വിളിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തിയേറ്ററിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അത് ആദ്യത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന ജോജു ജോർജിന് പൈസ കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ജോജു അണ്ണൻ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് ഈ തെറിവിളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. അതായത് തിയേറ്ററിൽ ഇത് റിലീസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് അവാർഡിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ കൊണ്ട് തെറി വിളിപ്പിച്ചത്. എന്നിട്ട് ഇവർ ഈ പറയുന്ന കഥാപാത്രം അഭിനയിച്ചതിന് എനിക്ക് ശമ്പളവും തന്നിട്ടില്ല എന്നാണ് ജോജു ജോർജ് കഴിഞ്ഞ ദിവസം ഒരു മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ സത്യം അതല്ല. ഇന്ന് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക്, സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ജോജു അണ്ണൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കളവ് തന്നെ അവിടെ പൊളിഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടില്ല. കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച് ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഇതിൻ്റെ ഭാഷയെക്കുറിച്ചൊക്കെ ആരെല്ലോ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തപ്പം അതിൻ്റെ കോടതിയിൽ നിന്നൊരു വിധിയുണ്ട് ഈ പറയുന്ന ഭാഷയെക്കുറിച്ച്. ഓക്കെ, സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ ചേട്ടൻ. അതായത് തങ്കൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് ഈ പറയുന്ന ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളതാണെന്നാണ് ലിജോ ജോസ് പറയുന്നത്. ഓക്കെ, സ്ട്രീമിംഗ് ഓൺ സോണി ലൈവ്. ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. അതായത് ഇതുവരെയും ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. അവാർഡിൻ്റെ പരിപാടിക്കും പിന്നെ ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമിലും മാത്രമേ സിനിമ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ജോജു ജോർജ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യവും അവിടെ തെറ്റാണെന്ന് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുകയാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്: 3 ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, 3 ദിവസത്തെ ശമ്പളം അതിഥി വേഷത്തിനായിട്ട് വന്നിട്ടുള്ള ജോജു ജോർജിന് 3 ദിവസത്തെ ശമ്പളമായിട്ട് കൊടുത്തത് എത്രയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും. 5,90,000 രൂപ. അതായത് 3 ദിവസത്തെ തങ്കൻ ചേട്ടന് കൊടുത്തിട്ടുള്ള ശമ്പളം 5,90,000. അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ജോജു ജോർജിൻ്റെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ജോജു ജോർജിന് കൊടുക്കണം. പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ വന്ന് ഇങ്ങനെ വീരവാദം ഇളക്കുമ്പോൾ ചങ്ങ ഇടയ്ക്കെങ്കിലും ഒന്ന് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസേൻ്റെ കണക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം ഇദ്ദേഹം തങ്കൻ ചേട്ടനായിട്ട് മാറും. തങ്കൻ ചേട്ടനായിട്ട് മാറിയിട്ട് അന്നേരം ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന പോസ്റ്റ് ഇട്ട ആളെ വിളിച്ചിട്ട് തങ്കൻ ചേട്ടൻ സ്റ്റൈലിൽ അങ്ങോട്ട് ചീത്ത വിളിക്കും.
ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ജോജു ജോർജിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത്, പണി എന്ന് പറയുന്ന സിനിമ ജോജു ജോർജ് തന്നെ സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയ സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആളുകൾ ഇങ്ങനെ പൊക്കിയടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഈ സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ മോശം പറഞ്ഞ, അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളെക്കുറിച്ച് സംസാരിച്ച, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരാളെ വിളിച്ചിട്ട് ഈ പറയുന്ന തങ്കഞ്ചേട്ടൻ ആയിട്ടുള്ള ജോജു ജോർജ് വിളിച്ച് ചീത്ത വിളിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ജോജു ജോർജ് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ്, അയ്യോ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് പറ്റിപ്പോയതാണ്, അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറില്ലേ, അദ്ദേഹത്തിന് ഇദ്ദേഹം വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ കുറേ ചീത്ത വിളിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പൈസ പ്രശ്നമാണ്. ഏതോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടോ സിനിമ എടുത്തതിൻ്റെയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ജോജു ജോർജ് സനൽകുമാറിനെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജോജു ജോർജിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് കിട്ടിയ പൈസ, അതായത് അക്കൗണ്ടിലേക്ക് വന്ന പൈസയെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. 5,90,000 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 ദിവസത്തെ അദ്ദേഹത്തിന് മാർക്കറ്റും പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം 5 ലക്ഷം കൊടുത്തത്. ഈ 5 ലക്ഷം കിട്ടിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നുമില്ല, അക്കൗണ്ടിലേക്കാണ് ഈ പൈസ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഈ വെടുവായിത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കും എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ആളാണോ ഈ പറയുന്ന ജോജു ജോർജ്? 5,90,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര രൂപ ഈ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും? അതുകൊണ്ടായിരിക്കും ഒരുപാട് രൂപ ഇങ്ങനെ വന്ന് കുമിഞ്ഞ് കൂടുമ്പം ചിലപ്പം ഇദ്ദേഹം മറന്നു പോകുന്നതായിരിക്കാം. എന്തായാലും ജോജു അണ്ണൻ ഇപ്പം പെട്ടിട്ടുണ്ട്. കാരണം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഇങ്ങനെ ഡയലോഗ് ഇളക്കിയതാണ്. പക്ഷേ അത് നേരെ ഇപ്പം തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ജോജു ജോർജ് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. സംഭവം വായിൽ തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറയുക എന്നുള്ളതല്ല, കറക്റ്റായിട്ട് ഇപ്പം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ മാത്രം വന്നിട്ട് മീഡിയേൻ്റെ മുമ്പിൽ പറയുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ, കൊടുത്തിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇതേപോലുള്ള റെസീറ്റൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആകെ നാണം കെട്ടുപോകും. അതുകൊണ്ട് തന്നെ ജോജു അണ്ണൻ ഇപ്പം സിനിമയിൽ ഇഷ്ടംപോലെ വേഷങ്ങളുണ്ട്, ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ എന്താ പറയുക സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. പക്ഷേ ആളുകളോട് അധികം അങ്ങോട്ട് ഇടപെടുന്ന സമയത്ത് പുള്ളിക്കാരന് വായി തോന്നുന്ന വിളിച്ചു പറയുക, അല്ലെങ്കിൽ പുള്ളിക്കാരന് എന്താ പറയുക പൈസ മേടിച്ചിട്ട് ഇല്ല എന്ന് പറയുക, പിന്നെ സിനിമേനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറി വിളിക്കുക. എന്തോന്നടേ ഇത്? സിനിമയിൽ 10-25 വർഷമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്ന് വലിയ ഇപ്പം മെയിൻ സ്റ്റാറായിട്ട് മാറിയിരിക്കുന്ന ഒരാളാണ് ജോജു ജോർജ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പക്വതയൊക്കെ കാണിക്കണ്ടേ? അപ്പോൾ എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരി ശരിക്കും പണി കൊടുത്തിട്ടുണ്ട്. എന്തായാലും റെസീറ്റ് അടക്കമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇന്നിപ്പം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അപ്പം നമ്മുടെ ജോജു ജോർജ് ഇപ്പോൾ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരും. അയ്യോ എനിക്ക് തെറ്റിപ്പോയതാണ്, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ മറന്നുപോയി, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ 5,90,000 എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് വന്നത് ഞാൻ അറിഞ്ഞില്ല, കാരണം ഒരുപാട് കോടികൾ ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം വേണം വരും. അപ്പോൾ എന്തായാലും ജോജു ജോർജ് നല്ലൊരു നടനാണ്. പക്ഷേ ഇതേപോലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ഉഡായിപ്പുകളുമായിട്ട് ജോജു ജോർജ് വരാറുണ്ട്. അപ്പോൾ എന്തായാലും ജോജു ജോർജിൻ്റെ ഉഡായിപ്പൊന്നും നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അടുത്തോ ചെമ്പൻ വിനോദിൻ്റെ അടുത്തോ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഈ ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ ചെയ്യും എന്നാണ് ലിജോ ജോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചതെങ്കിൽ ഈ തെറി വിളിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് മാത്രമേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൂടി നമ്മുടെ ജോജു ഏട്ടൻ വെക്കണമായിരുന്നു. അല്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ചുരുളീൻ്റെ ഒരു മെയിൻ ഘടകം തന്നെയാണ്. നല്ല വൃത്തിക്ക് തന്നെ ഈ പറയുന്ന ജോജു ജോർജ് അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാലും 3 ദിവസത്തേക്ക് 5 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പം 5 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എത്ര നാൾ കഷ്ടപ്പെടണം അല്ലേ? പിന്നെ ഓരോരുത്തരുടെ മാർക്കറ്റ് വാല്യൂ, ഓരോരുത്തരുടെ സ്റ്റാഡം ഇതൊക്കെ വെച്ചിട്ടാണല്ലോ പൈസ കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് പ്രശ്നം അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.